ദൃശ്യം 3 ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പടത്തിൻ്റെ ഡീറ്റെയിൽഡ് നമുക്ക് പറയത്തേ ഇല്ല. കാരണം എവിടെ എന്ത് കാര്യം പറഞ്ഞാലും ഇത് സ്പോയിലായി പോവും. അങ്ങനെയാണ് ആദ്യം തൊട്ടേ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ദൃശ്യം 1, 2 ഒക്കെ നമുക്കൊക്കെ നമ്മുടെ ക്ലൈമാക്സ് ആയിരുന്നു നമുക്ക് സ്പോയിലായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് തുടക്കം മുതലുള്ള സീനുകളും അതിനകത്ത് ഏതെങ്കിലും ഡീറ്റെയിൽസോ പറഞ്ഞാലോ ഇത് സ്പോയിലായി പോകും. അതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് കാര്യമൊന്നും പറയുന്നില്ല. നമുക്ക് ഞെട്ടാനുള്ള പല പല അവസരങ്ങളും ഇതിലുണ്ട്. ഇൻ്റർവ്യൂൽ സീനിൽ നമ്മൾ മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അയാൾ ഓടിപ്പോയി, ഇനി അയാളില്ല, ആ ഓട്ടത്തോടെ അയാൾ പോയി. പക്ഷേ ആ ആളിൽ ഒക്കെ വരുന്നുണ്ട്, വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഒരു ഉഗ്രൻ മേക്ക് ഓവറായിട്ട് അയാളുടെ മേക്കപ്പൊക്കെ കിടലിനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റിലും 2-ലും ഒരു 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 സിമ്പിൾ മനുഷ്യനെ എന്ന് വെച്ചാൽ സാഹചര്യം കൊണ്ട് ഒന്നും വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്ന ആ മനുഷ്യൻ ഇതിനകത്ത് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് വരുന്നത്. പിന്നെ മുരളി ഗോപി അതിൻ്റെ പക്വതയാർന്ന അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അസലൊരു ഒരു DGP ലെവലുള്ള ഒരു പോലീസുകാരൻ്റെ ആ ഒരു ലെവലിലാണ് മുരളി ഗോപി ചെയ്തിരിക്കുന്നത്. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞുള്ള സീനിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഏതായാലും പിന്നെ മോഹൻലാലിൻ്റെ കാര്യം പറയേണ്ടതാണല്ലോ. പുള്ളിയുടെ സിമ്പിളായിട്ടാണ് അഭിനയിച്ചെടുത്തിരിക്കുകയാണ്. അത്ര രസകരമായിട്ടാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ആകെപ്പാടെ തോന്നിയത് ഒരു മേക്കപ്പിൻ്റെ ഒരു അതിപ്രസരം. എല്ലാവർക്കും മേക്കപ്പ് ഭയങ്കരമായിട്ട് വാരി പൂശിയായിട്ടുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നി. അല്ലാതെ വേറെ ഒരു കംപ്ലൈൻറ്റും ഈ പടത്തിനില്ല, ഒന്നും പറയാനുമില്ല. ജിത്തു ജോസഫെ സംബന്ധിച്ച് സ്ക്രിപ്റ്റ് റൈറ്റിങ്, ഉയ്യോ, നിങ്ങളൊരു വലിയ ക്രിമിനൽ മൈൻഡാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു ക്രിമിനൽ മൈൻഡുള്ളവർക്ക്, ഞാൻ ഇതായിട്ട് പറയുന്നത് കേട്ടോ, അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊരു ക്ലൈമാക്സിൻ്റെ ഒരു ട്വിസ്റ്റല്ല, പല ട്വിസ്റ്റാണ്, ഒരു 10-12 ട്വിസ്റ്റെങ്കിലും കാണും. അത്രയ്ക്ക് ഇതായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് പടം തീരും, ഇനിയൊരു പടം ഇല്ല. ഇപ്പോൾ ചെറിയൊരു ഹിൻ്റൊക്കെ അവസാനം തരുന്നുണ്ട്, ഇനിയും വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇനി ചെയ്യാനുള്ളതില്ല. ചെയ്താലും നമുക്കൊരു വലിച്ചിലും മൂടൊക്കെ പോലെ തോന്നി ഇതായിട്ട് തോന്നും. പക്ഷേ അതുകൊണ്ട് 3 കൊണ്ട് നിർത്തുക, അതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 4 പോകാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ഏതായാലും അൻപവർ മോഹൻലാൽ, ജിത്തു ജോസഫ്, കൺഗ്രാറ്റ്സ്, തകർത്തു. സ്പോയിലാക്കിയത് കണ്ടവർ ഒരു കാരണവശാലും ഇതിൻ്റെ കഥയോ കാര്യങ്ങളോ ഒന്നും പുറത്തു വിടരുത്. അത്രയ്ക്ക് ഒരു തിയേറ്റർ വാച്ച് മൂവിയാണിത്. വേറൊന്നും പറയാനില്ല. ജിത്തു ജോസഫിൻ്റെ ഒരു വൺ തിരിച്ചു വരും. കാരണം അതിന് മുമ്പ് മിറാഷ്, വലതുവശത്തെ കള്ളൻ, അതൊക്കെ ഭയങ്കര നിരാശയായിരുന്നു ജിത്തു ജോസഫിൻ്റെ തന്നത്. പക്ഷേ നിങ്ങൾ വരുവാമെന്ന് എനിക്കറിയായിരുന്നു. മോഹൻലാലിനെ കൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങളൊരു അടിപൊളി വരവായിരിക്കുമെന്ന് അറിയായിരുന്നു. ഏതായാലും കൺഗ്രാറ്റ്സ് ജിത്തു ജോസഫ്, പടം തകർത്തു. ഇതിനെപ്പറ്റി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ സ്പോയിലാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റും. നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് ഇതിനകത്ത്, കുറച്ച് നല്ല വിഷ്വൽ സ്ട്രീറ്റ്, അതായത് ഹെലിക്യാമിലും നല്ലൊരു റെക്കോർഡിങ്ങിലൊക്കെ 2-3 വെറൈറ്റി BGM ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ശരിക്കും തിയേറ്ററിൽ കണ്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗുണം നിനക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇത് തിയേറ്ററിൽ മസ്റ്റ് വാച്ച്, എത്രയും പെട്ടെന്ന് കാണുക, കഥ കേൾക്കാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ദൃശ്യം 3.